Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ മഞ്ഞച്ചപ്പല് അപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ തരടേൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് ട്രഡീഷണൽ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മട്ടരിയില്ലേ, പാലക്കാടൻ മട്ടരി, അത് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ടാണ് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുള്ളത്, നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുന്നുള്ളത്. ഇതിന് പകരം നമുക്ക് മിക്സിയിലിട്ടിട്ടും അരച്ചെടുക്കാം. ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ. പിന്നെ ഇത് നല്ലോണം ലൂസാക്കിയിട്ടാണ് ഈ ഗ്രൈൻഡറിലിട്ട് അരക്കുന്ന സമയത്ത് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആദ്യം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അത് അരിഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് കട്ടിയായിട്ട് വരും, നല്ല ഉറച്ചിട്ട് വരും കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ പുഴുങ്ങലരിയില്ലേ, അത് അരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ പുഴുങ്ങലരി കിട്ടാൻ നമ്മൾ വാങ്ങിക്കാറില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ പാലക്കാട് മട്ട അരി കൊണ്ട് ഉണ്ടാക്കുന്നുള്ളത്. എന്നാലും നല്ല സോഫ്റ്റ് ഉന്നം പോലെ ഇരിക്കും കേട്ടോ. അത് 2 ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇലയുടെയാണ്. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാറുണ്ട്, ഈ മാവ് വെച്ചിട്ട് തന്നെ. ഇതാ നല്ല പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനെ നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ഒരു പാത്രത്തിലേക്ക്. ഇത് മുഴുവനായിട്ടും നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് നൈസ് പത്തിരിപ്പൊടിയിലെ പച്ചരിപ്പൊടി നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ പത്തിരിപ്പൊടിയുടെ പാക്കറ്റിൽ അതിൽ നിന്ന് 1.5 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റും ഇത് കുറച്ചും പത്തിരിപ്പൊടി ആകുമ്പോൾ കുറച്ച് ഹാർഡും ആയിരിക്കുമല്ലേ, അപ്പോൾ അത് കൂടി ചേരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുതുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാട്ടിൽ ഓട്ടിലിട്ടിട്ട് പുതുക്കിയെടുക്കാറുണ്ട്, ഫ്രൈ പാനിലിട്ടിട്ട്. അങ്ങനെ ചെയ്യണ്ട. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് മഞ്ഞളിൻ്റെ ഇലയാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾ ഇല വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും കാസർഗോഡുകാർ ഇങ്ങനെ ഇലപ്പം ഉണ്ടാക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അതിൻ്റെ വെള്ളം വറ്റിയാൽ മതി. അപ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ജഗ്ഗരി ബെല്ലം എന്നൊക്കെ പറയും. അത് 250 ഗ്രാം വെല്ലമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഏലക്കപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുമീനില്ലേ, നമ്മളുടെ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്ന അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇലനൊക്കെ ഞാൻ മുറിച്ചിട്ട് ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്, നല്ലോണം വലിയ ഇല ഉണ്ടായതിനൊക്കെ. ഇവിടെ മാവും റെഡി, ഫില്ലിങ്സും റെഡി. അപ്പോൾ നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. എളുപ്പത്തിൽ പരച്ചിട്ടും ആയി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് നടുവിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മാവ് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാനും പറ്റുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നടുവിലായിട്ട് ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അത് പെട്ടെന്ന് ഒട്ടിയിട്ടും കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ സെച്ചട്ടി എന്നൊക്കെ പറയും, കടുമ്പൊക്കെ ഉണ്ടാക്കുന്ന, പിടിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, അതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ വലിയ പാത്രം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് സ്റ്റീം ചെയ്യുന്ന ചെറിയ പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചോറൊക്കെ വെക്കുന്ന വലിയ ബിരിയാണി ചെമ്പൊക്കെയില്ലേ, അതുപോലത്തെ വലിയ ചെമ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഓട്ടപാത്രയിലെ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഞാൻ ഇങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും ഒരേ ടൈമിൽ തന്നെ നമുക്കിത് സ്റ്റീം ചെയ്ത് കിട്ടുന്നുണ്ട്. ഒരു 1/2 മണിക്കൂർ മതി. അപ്പോൾ മൊത്തത്തിലും അത് വെന്ത് കിട്ടും.
അല്ലാതെ പക്ഷേ നമ്മൾ കുറച്ച് ഒരു 4-5 ആണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്കിത് വെന്തിട്ടു കേട്ടോ. ഇത് കുറേ വെച്ച് കൊടുത്തത് ഉള്ളതുകൊണ്ടാണ് അരമണിക്കൂർ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇലൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നല്ല സ്മെല്ലാവുക. ഇത് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുള്ളത് ഇത് കണ്ടില്ലേ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇത് 2 ദിവസം വെക്കുകയാണെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് മാറത്തൊന്നുമില്ല. നല്ല സോഫ്റ്റ് ഉന്നം പോലെ ഇരിക്കുന്നതൊക്കെയാണ് നമ്മൾ പറയൽ. അങ്ങനെ സോഫ്റ്റ് പഞ്ഞ് പോലെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നുള്ളത് തെരയടയാണ്. മറ്റു നാട്ടിൽ ഇലാഞ്ചി എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ പുതിയാപ്പിള ഗസ്റ്റ് അതൊക്കെ വരുന്ന ടൈമിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഒരുപോലെ തയ്യാറാക്കുന്ന റെസിപ്പീസാണ് ഈ തെരേടേണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതിനെ വേറെ നാട്ടിലേക്ക് എലഞ്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നുള്ളതും. അത് അവർ മൈദ വെച്ചിട്ടാണ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളത്. നമ്മൾ പക്ഷേ പച്ചരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള തെരേടേണ്ട റെസിപ്പിയും നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ റെസിപ്പി എന്ന്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കാറുള്ളത് പച്ചരിയിലാണ് കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പച്ചരിയിൽ അതിൽ 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. അത് കാരണമാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് അളവ് എടുക്കാവുന്നതാണ്. 1 കപ്പാണെങ്കിൽ 1 കപ്പ്, 1/2 കപ്പാണെങ്കിലും മതി, അത്യാവശ്യത്തിന് കിട്ടും. ഇതാ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അരക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടൈമും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്രക്കും എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. 1.5 കപ്പ് അരിക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്കാണെങ്കിൽ 2 മുട്ട എടുക്കാം. ഇത് പച്ചരി വെച്ചിട്ടല്ലാതെ നമ്മളുടെ ജീരകശാല അരിയില്ലേ, ചെറിയ അരി, നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ഗീ റൈസ് കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേക തരം ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുക. അങ്ങനെ പച്ചരി ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലേ, അത് കാരണമാണ് ഞാൻ പച്ചരി വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിക്കുന്നുള്ളത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഏലക്ക മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ 3 മുട്ടയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ആദ്യം ഇട്ട് കൊടുത്തു, എന്നിട്ട് 3 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയും ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏലക്കപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിന് മേലെയായിട്ട് ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് മുഴുവനായിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഷുഗറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ എടുക്കണം കേട്ടോ. നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് നല്ല നൈസായിട്ട് തന്നെ ഇത് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത്ര പോരാ, ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിന്നായിട്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ലൂസായിട്ടുള്ള മാവാണ് അതിന് വേണ്ടത്. അതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാനുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തേങ്ങയുടെ പണ്ടം എന്നാണ് പറയുക. പണ്ടെന്ന് പറഞ്ഞാൽ സ്വർണ്ണം അങ്ങനെയൊക്കെയാണ് പുറമെ നാട്ടിൽ പറയാനുള്ളത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ തേങ്ങയുടെ പണ്ടം, തേങ്ങപ്പീര അങ്ങനെയൊക്കെ പറയും. ഇത് ഒരു വലുതായിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഗ്രൈൻഡറിൽ ചിരവി എടുത്തതാണ്. ഇത് ഫ്രഷ് തേങ്ങ. അങ്ങനെ ഈ ഒരു മുഴുവനായിട്ടുള്ള തേങ്ങയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 6 kgയുടെ നല്ല ഗീ, മിൽമയുടെ ഗീ, ഏത് ഗീ ആണ് നമ്മളുടെ കയ്യിൽ നല്ലതുള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. നല്ലോണം റോസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നെയ്യിലൊന്നും മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഷുഗർ കുറച്ച് കൂടുതൽ വേണം എന്തിനായാലും, അത് കാരണമാണ് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏലക്കപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഷുഗറും ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. അധികം ഒന്നും ഇതിൽ കിടന്ന് മൊരിയേണ്ട ആവശ്യമില്ല. നല്ലോണം ആയിട്ട് ഡ്രൈ ആയാൽ അത് നല്ലോണം ഒരു ഉണങ്ങിയ പോലെ ആയിരിക്കും ഇതിൻ്റെ ഈ
ഫില്ലിങ്സ്. അപ്പോൾ അത് അത്ര മതി. നമ്മളിതാ ഇവിടെ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അത് കുറച്ച് മാത്രം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ലൂസായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള മാവല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻസ് വരുന്നത് നമ്മൾക്ക് ബാക്കി ആദ്യം മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ടും കൊടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെയാണ് ഒഴിച്ചെടുക്കുന്നുള്ളത്. അതിനൊന്നും മൂടി വെച്ചിട്ട് അപ്പോഴപ്പോൾ തന്നെ കൂടുതൽ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നടിച്ച് വെച്ചിട്ടാകുമ്പോൾ അടുത്തത് ഉണ്ടാക്കും. പിന്നെ വീണ്ടും അടുത്തത് അതുപോലെ തന്നെ സെയിം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു കൈ കൊണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ മടക്കിയെടുക്കുന്നുള്ളത്. ഒന്ന് ഒഴിച്ച് ആ തിരട ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അടുത്ത ഇതും നമ്മൾക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ദോശയും ഇതിൻ്റെ നടുക്കത്ത് ഫില്ലിങ്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, സൈഡിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്താൽ മതി. ഇത് നമ്മൾ പിന്നീട് ചെയ്യുന്നത് കൂടുതലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത്. അതാ കണ്ടില്ലേ, ഇത് നല്ല ഇതിൻ്റെ പ്ലേറ്റ് എങ്ങനെയാണെന്ന് ആ പ്ലേറ്റ് വരെ കാണുന്നില്ലേ. ഇത്രയ്ക്കും തിന്നായിട്ടാണ് ഇത് വേണ്ടത്. നല്ല പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, തുണി തൂവാല പോലെ എന്നൊക്കെ പറയുന്നത്, അതുപോലെയാണ് ഇതിൻ്റെ ദോശ കിടക്കുന്നുള്ളത്. നമ്മൾ എപ്പോൾ ഒഴിക്കുന്നുണ്ടെങ്കിലും അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. കൂടുതൽ വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ ഇത് മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ, ഞാൻ സെയിം മാവിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാണ്. അപ്പോൾ നല്ല തൂവാല പോലത്തെ ദോശയാണ് നമ്മൾക്ക് ഇത് കിട്ടുന്നുള്ളത്. നമ്മളുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള തെരടയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ നാട്ടിൽ തെരട എന്നാണ് ഇതിനെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഏലാഞ്ചി ഉണ്ടാക്കൂലേ, അതിൻ്റെ സെയിം മെത്തേഡ് പോലെ തന്നെയാണ്. പക്ഷേ ഞങ്ങളിത് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇത് നമ്മൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്ത് നല്ല ചായയുടെ കൂടെ, വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടത്തിൽ കഴിക്കുന്നതാണ് ഈ തെരട. എന്താ കണ്ടില്ല, ഞാൻ ഇത് സൈഡിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ മടക്കിയിട്ട് എടുക്കുന്നുള്ളത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഇങ്ങനെ മടക്കിയെടുക്കലാണ്. നമ്മുടെ നാട്ടിൽ സൽക്കാരങ്ങളിലൊക്കെ ഇതും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈവനിങ്ങിനൊക്കെ അല്ലെങ്കിൽ ഏത് ടൈമിലും ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഏത് നേരവും കഴിച്ചു കൊണ്ടേയിരിക്കാം. അത്രയ്ക്കും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഉണ്ടാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നോക്കുക, എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 20 വരെ എണ്ണ ഇതുപോലത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാവ് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ അകത്ത് തന്നെ എനിക്ക് ഇത്രയും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടും ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള തെരടയാണ് കേട്ടോ. കാസർഗോഡ് പുതിയാപ്പിള സ്പെഷ്യൽ എന്നും പറയാം. പുതിയാപ്പിള സൽക്കാരങ്ങളിലൊക്കെ മുമ്പൊക്കെ ഇതും ആഡ് ചെയ്തിരുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നും പഴമ നിലനിർത്തി കൊണ്ടുപോകുന്നവർ ഇന്നും കൊണ്ടുപോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇവിടെയാണെങ്കിലും കാസർഗോഡിലത്തെ ഓരോ സ്പെഷ്യൽ ഓർക്കുമ്പോൾ അത് ഉണ്ടാക്കി കഴിക്കും. അതിൻ്റെ രുചി ഒരിക്കലും മാറില്ല നമ്മളുടെ നാവിൽ നിന്ന്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നും നിങ്ങളോട് പറയേണ്ടതുള്ളത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.